അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്വിംഗ് ട്രേഡിംഗില് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമ്മൾ സ്വിംഗ് ട്രേഡിംഗിൽ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഏത് വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിൽ സ്റ്റോക്കുകൾ കണ്ടെത്തുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ ഞാൻ സ്വിംഗ് ട്രേഡിംഗിന്റെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സ്വിംഗ് ട്രേഡിംഗിന്റെ ബെനിഫിറ്റുകൾ, സ്വിംഗ് ട്രേഡിംഗ് എങ്ങനെ ചെയ്യാം, സ്വിംഗ് ട്രേഡിംഗ് ഇൻട്രാഡേ ട്രേഡിംഗിൽ നിന്ന് എന്തൊക്കെ മാറ്റമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ സ്വിംഗ് ട്രേഡിംഗിന് വേണ്ട സ്റ്റോക്കുകൾ കണ്ടെത്താം എന്നുള്ളത് നോക്കാം. നമുക്ക് പല രീതിയിൽ സ്റ്റോക്കുകൾ കണ്ടെത്താൻ പറ്റും. നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകളുടെ ചാർട്ട് എടുത്ത് നോക്കിക്കൊണ്ട് നമുക്ക് സ്റ്റോക്കുകൾ കണ്ടെത്താൻ സാധിക്കും. ഇനി നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകളിലൊന്നും ബ്രേക്ക്ഔട്ട് ഓപ്പർച്യൂണിറ്റി കാണുന്നില്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള വെബ്സൈറ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ട സ്റ്റോക്കുകൾ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് ആണ് ചാർട്ടിംഗ് എന്ന് പറയുന്നത്. ഈ കാണുന്ന വെബ്സൈറ്റ് ഇതൊരു സ്ക്രീനർ ആണ്. ഈ ചാർട്ടിംഗ് എന്ന സ്ക്രീനർ വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിനുള്ള സ്റ്റോക്കുകളെല്ലാം കണ്ടെത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒരുപാട് സ്ക്രീനേഴ്സ് ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ട സ്റ്റോക്കുകൾ കണ്ടെത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് ഇവിടെ ഒരുപാട് സ്ക്രീനേഴ്സ് അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നമുക്ക് ഫണ്ടമെന്റൽ സ്കാൻ ഉണ്ട്, ടോപ്പ് ലെവൽ ഉണ്ട്, ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ സ്കാൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് പാറ്റേൺസ് ഇവിടെ ഓൾറെഡി ബിൽഡ് ആയി വെച്ചിട്ടുള്ള കുറെ പാറ്റേൺസ് ഇവിടെ ഓൾറെഡി വരുന്നുണ്ട്. ഒരുപാട് സ്ക്രീനേഴ്സ് ഇവിടെ ഉണ്ട്. നമുക്ക് അതിൽ നിന്ന് നമുക്ക് സ്വന്തം സ്ക്രീനേഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ട്രേഡിംഗ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകൾ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് സ്വയം സ്കാൻ ചെയ്തുകൊണ്ട് കുറച്ച് സ്റ്റോക്കുകൾ കണ്ടെത്താനുള്ള ഒരു ഓപ്ഷൻ നോക്കാം. നമുക്ക് ഇവിടെ ഒരുപാട് സ്കാനേഴ്സ് ഉണ്ട്, സ്ക്രീനേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ടോപ്പ് ലെവലിൽ തന്നെ പൊട്ടൻഷ്യൽ ബ്രേക്ക്ഔട്ട് എന്ന സ്ക്രീനറൊക്കെ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക്ഔട്ട് ചാൻസ് നിൽക്കുന്ന സ്റ്റോക്കുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നിലവിൽ ഇപ്പോ ഒരു സ്റ്റോക്കുകളൂടെ കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ നമുക്ക് സ്വയം സ്കാൻ ചെയ്തുകൊണ്ട് കുറച്ച് സ്റ്റോക്കുകൾ കണ്ടെത്താം. അപ്പൊ നമ്മൾ വെബ്സൈറ്റ് നോക്കുക, ചാർട്ടിംഗ് ആണ് വെബ്സൈറ്റ്. ഈ പറഞ്ഞിരിക്കുന്ന വെബ്സൈറ്റിൽ എങ്ങനെയാണ് ഇത് എടുക്കുന്നത് ഞാൻ കാണിച്ചത്. നമുക്ക് എങ്ങനെ സ്ക്രീനേഴ്സ് യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ തൊട്ട് മുകളിൽ ക്രിയേറ്റ് സ്കാൻ എന്നുള്ള ഓപ്ഷൻ കണ്ടല്ലോ, അതുപോലെ തന്നെ സ്ക്രീനേഴ്സ് കണ്ടല്ലോ. ഈ ക്രിയേറ്റ് സ്കാൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഈ ക്രിയേറ്റ് സ്കാനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഈ ഒരു വിൻഡോയിലാണ് നമ്മൾ സ്റ്റോക്കുകൾ സ്ക്രീൻ ചെയ്തെടുക്കാൻ പോകുന്നത്, സ്കാൻ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഞാൻ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് എന്ന് നോക്കുക. ഇത് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞാൽ എന്തൊക്കെ ബേസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പൊ ഈ ഒരു ചാർട്ടിംഗ് എന്നുള്ള വെബ്സൈറ്റിലാണ് ഞാൻ സ്റ്റോക്കുകൾ സ്കാൻ ചെയ്തുകൊണ്ട് കണ്ടെത്താൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന, നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫ്യൂച്ചർ സ്റ്റോക്കുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും. കാരണം ഫ്യൂച്ചർ സ്റ്റോക്കുകൾ എടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്കുകളായിരിക്കും. അല്ല ക്യാഷ് സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകളാകുമ്പോൾ തീരെ വാല്യൂ ഇല്ലാത്ത, അല്ലെങ്കിൽ തീരെ സ്റ്റോക്കിന്റെ പ്രൈസ് ഇല്ലാത്ത, അല്ലെങ്കിൽ തീരെ വോളിയം ഇല്ലാത്ത സ്റ്റോക്കുകളൊക്കെ ആയിരിക്കും ക്യാഷ് സെഗ്മെന്റിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഈ സെഗ്മെന്റ് ക്യാഷ് എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ ഫ്യൂച്ചേഴ്സ് എന്ന് കൊടുക്കാം. ഫ്യൂച്ചർ സെഗ്മെന്റ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മള് ഫ്യൂച്ചർ സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകൾ നോക്കുന്നത്. ഇവിടെ നമുക്കൊരു പ്ലസ് സിമ്പിൾ ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു സിമ്പിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്റ്റോക്കുകൾ സ്കാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഈ ഓപ്ഷൻസ് എല്ലാം ഏതൊക്കെ എടുക്കുന്നത് നോക്കിക്കോളൂ. ഇവിടെ നമ്മൾ ക്ലോസ് എടുത്തു. ഇത് നിങ്ങൾ ഇപ്പൊ സജസ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നതായിരിക്കും. ഈ ക്ലാസിന്റെ റെക്കോർഡ് ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ എടുക്കുന്നത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് നോക്കുക. ക്ലോസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു SMA സിമ്പിൾ മൂവിങ് ആവറേജ് എടുക്കാൻ പോകുന്നത്. SMA 50, അത് 50-ഡേ മൂവിങ് ആവറേജിന്റെ മുകളിലുള്ള സ്റ്റോക്കുകൾ, ഫ്യൂച്ചർ സ്റ്റോക്കുകളാണ് നമ്മളിപ്പോ ഈ ഒരു സ്കാൻ വഴി എടുക്കാൻ പോകുന്നത്. ഇതെങ്ങനെ എടുക്കുക എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ ഇത് ജസ്റ്റ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഈ ഡെയിലി ക്ലോസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് ടു ഡെയിലി SMA ക്ലോസ് 50, അത് SMA 50-യുടെ താഴെ വരുന്ന സ്റ്റോക്കുകളാണ്, സോറി SMA 50-യുടെ മുകളിൽ വരുന്ന സ്റ്റോക്കുകളാണ് നമ്മൾ സ്കാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ റൺ സ്കാൻ കൊടുക്കാം. നമ്മൾ റൺ സ്കാൻ കൊടുത്തപ്പോൾ നമുക്കിവിടെ ഏകദേശം 76 സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. ഈ 76 സ്റ്റോക്കുകളിൽ നിന്നാണ് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ പറ്റാവുന്ന, അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഔട്ട് ചാൻസ് വരുന്ന സ്റ്റോക്കുകൾ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 76 സ്റ്റോക്കുകൾ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ ഈ ക്ലോസ് എന്ന് മാറ്റിയിട്ട് ഇവിടെ ഹൈ കൊടുക്കാൻ സാധിക്കും. ഹൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു SMA 50. ഇവിടെ ഹൈ കൊടുത്തിട്ട് റൺ സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 109 കമ്പനികളുണ്ട്. അപ്പൊ ഈ 109 കമ്പനികളിൽ നിന്ന് നമുക്ക് എങ്ങനെ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകൾ കണ്ടെത്താം എന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ ഓരോ സ്റ്റോക്കുകൾ എടുത്തു നോക്കണം. ഈ ഓരോ സ്റ്റോക്കുകളുടെ ചാർട്ട് എടുത്ത് നോക്കിക്കൊണ്ടാണ് നമ്മൾ ഇതിൽ നിന്ന് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിവിടെ മുകളിൽ നിന്നുള്ള സ്റ്റോക്കുകൾ എടുത്ത് നോക്കാം. ITC എടുത്ത് നോക്കി. ITCയിൽ ഒരു ബ്രേക്ക്ഔട്ട് ഉണ്ടായിരുന്നു.
ITC ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു കൂടെ കാണാൻ സാധിക്കും. ITC ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. സ്റ്റോക്ക് ഓപ്പൺ ആയത് തന്നെ അതിന്റെ മുകളിലാണ്. ഏകദേശം 6.54% ഇന്ന് ITCന്റെ സ്റ്റോക്ക് മുകളിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നമ്മുടെ റെസിസ്റ്റൻസിനൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നല്ല ഗ്യാപ്പ് അപ്പിലൊക്കെയാണ് സ്റ്റോക്ക് ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ അത് പരിഗണിക്കണമെന്നില്ല. കാരണം ഓൾറെഡി അത് 6% മുകളിലാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് വേറെ സ്റ്റോക്ക് എടുത്ത് നോക്കാം. നെസ്ലെ ഇന്ത്യ നോക്കാം. നെസ്ലെ ഇന്ത്യ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് കാണാൻ പറ്റുന്നുണ്ടോ? നെസ്ലെ ഇന്ത്യയിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം. ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് പരിഗണിക്കാം. നെസ്ലെ ഇന്ത്യ റെസിസ്റ്റൻസിന്റെ മുകളിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നമുക്ക് പ്യൂർ റെസിസ്റ്റൻസും ബ്രേക്ക്ഔട്ടും അല്ല സപ്പോർട്ടും കാണിക്കുന്ന സ്റ്റോക്കുകൾ ഏതെടുത്ത് നോക്കാം. നമ്മൾ ഈ കാണുന്ന സ്റ്റോക്കുകളുടെ ലിസ്റ്റിൽ നിന്ന് ഇപ്പൊ 150 സ്റ്റോക്ക് ഉണ്ടെങ്കിൽ 150 സ്റ്റോക്കുകളുടെ ചാർട്ട് നമ്മൾ എടുത്തു നോക്കണം. നമുക്ക് വെറുതെ ഇപ്പൊ ബ്രേക്ക് ആവാൻ നിൽക്കുന്ന സ്റ്റോക്കുകളുടെ ലിസ്റ്റ് അല്ല കിട്ടുന്നത്. നമ്മൾ ഈ സ്റ്റോക്കുകളുടെ ചാർട്ട് എടുത്ത് നോക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള സ്റ്റോക്കുകൾ നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ ഈ ഓരോ സ്റ്റോക്കുകൾ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് ആ ഓരോ സ്റ്റോക്കുകളിൽ നിന്ന് നമുക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് ലെവലിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ നമ്മൾ കണ്ടെത്തിയിട്ട് വേണം നമ്മൾ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാൻ. അപ്പൊ നമ്മൾ എല്ലാ സ്റ്റോക്കിന്റെയും ചാർട്ട് എടുത്ത് നോക്കേണ്ടി വരും. ഞാനൊക്കെ ചെയ്യാറുള്ളത്, ഞാൻ 150 സ്റ്റോക്ക് ഉണ്ടെങ്കിൽ 109ന്റെയും ചാർട്ട് എടുത്ത് നോക്കും. അതിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു റെസിസ്റ്റൻസ് ലെവലിലോ സപ്പോർട്ട് ലെവലിലോ നിൽക്കുന്ന സ്റ്റോക്കുകൾ കാണുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അതിന്റെ ഏഞ്ചൽ വണ്ണിന്റെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യും. അതിനുശേഷം അവിടെ നിന്നുകൊണ്ട് ഞാൻ ആ സ്റ്റോക്കുകൾ വാച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ സ്റ്റോക്കുകളിൽ സപ്പോർട്ടും റെസിസ്റ്റൻസും വരച്ചുകൊണ്ടാണ് സ്വിംഗ് ട്രേഡിങ്ങിന് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാറുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ നമ്മൾ ഈ കാണുന്ന സ്റ്റോക്കുകളെല്ലാം നമ്മൾ എടുത്തു നോക്കുക. JSW സ്റ്റീലിൽ നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ഈ ലെവലിൽ. അപ്പൊ നമ്മളെ ഏഞ്ചൽ വണ്ണിലേക്ക് വന്നിട്ട് നമുക്ക് JSW സ്റ്റീൽ ആഡ് ചെയ്യാം. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ സ്വിംഗ് ട്രേഡിങ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ നമുക്ക് അങ്ങോട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ മിഡ് ക്യാപ് സെക്ടർ ഒക്കെ ഭയങ്കര ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ JSW സ്റ്റീലിൽ ഇതൊരു റെസിസ്റ്റൻസ് ആണ്. നമുക്ക് ഈ ചാർട്ടിങ്ങിൽ നോക്കുമ്പോൾ നമുക്ക് JSW സ്റ്റീലിന്റെ സ്റ്റോക്ക് ചാർട്ട് കാണുന്നുണ്ട്. നമ്മൾ എഞ്ചിൻ വണ്ണിലേക്ക് ആഡ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് കാണാം. ഇതൊരു റെസിസ്റ്റൻസ് ലെവലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ അലേർട്ട് ഇട്ട് വെക്കാം. ഇതിപ്പോ 834 അല്ലേ? ഞാൻ 840 ഒരു അലേർട്ട് വെക്കാൻ പോവാണ്. JSW സ്റ്റീൽ ഞാൻ 840 ഒരു അലേർട്ട് വെച്ചു. ക്രിയേറ്റ് അലേർട്ട്. അപ്പൊ 840 JSW സ്റ്റീലിന്റെ പ്രൈസ് വരുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി അലേർട്ട് വരുന്നതായിരിക്കും. അങ്ങനെ അലേർട്ട് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ സ്റ്റോക്കിന്റെ ചാർട്ട് എടുത്ത് നോക്കിയിട്ട് അത് ആ സമയത്ത് സ്റ്റോക്ക് എടുക്കാൻ പറ്റുന്ന ലെവലിലാണെങ്കിൽ ഞാൻ ആ സ്റ്റോക്ക് ബൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ അതേപോലെ തന്നെ ഈ ഒരു സ്ക്രീനർ യൂസ് ചെയ്തുകൊണ്ട് ഓരോ സ്റ്റോക്കുകൾ എടുത്ത് നോക്കണം. നമുക്ക് കുറച്ച് സ്റ്റോക്കുകൾ അങ്ങനെ നോക്കാം. HDFC ബാങ്ക് എടുത്ത് നോക്കാം. HDFC ലൈഫ് ഇൻഷുറൻസിൽ നമുക്ക് ബ്രേക്ക്ഔട്ട് ചാൻസ് ഉണ്ടോ നോക്കാം. HDFC ലൈഫിൽ നമുക്ക് നോക്കി കാണാൻ സാധിക്കും. ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് ലെവൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കും. HDFC ലൈഫ് നമുക്കപ്പോൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. HDFC ലൈഫ് നമ്മൾ HDFC ലൈഫ് എടുത്തപ്പോൾ നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ടല്ലോ. ഇത് ഒഴിവാക്കാം. ഇപ്പൊ HDFC ലൈഫ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താണ് നിൽക്കുന്നത്. റെസിസ്റ്റൻസിന്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കുകൾ പരിഗണിക്കണം വന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, മിഡ് ക്യാപ് സ്റ്റോക്കുകളൊക്കെ മിഡ് ക്യാപ് സെക്ടർ ഒക്കെ നല്ല രീതിയിൽ ഡൗൺ ആണ്. മിഡ് ക്യാപ് സ്റ്റോക്കുകളൊക്കെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രോഫിറ്റ് ബുക്കിംഗ് എല്ലാം കാരണം ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഈ സ്ട്രാറ്റജികൾ അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസ് നോക്കി റെസിസ്റ്റൻസ് ബ്രേക്ക് ആയാൽ പോലും അത് വർക്ക് ആവണമെന്നില്ല. നമുക്കിവിടെ കാണാൻ സാധിക്കും എന്ത്, ഇവിടെ റെസിസ്റ്റൻസ് കാണുന്നുണ്ടല്ലോ. ഇവിടെ നമുക്കൊരു സപ്പോർട്ട് വേണമെങ്കിൽ പരിഗണിക്കാം. അപ്പൊ നമ്മള് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ മുന്നോട്ട് മൂവ്മെന്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴും ഈ സ്റ്റോക്ക് നിൽക്കുന്ന എവിടെയാണ്? HDFC ലൈഫ് റെസിസ്റ്റൻസിന്റെ മുകളിലാണ് HDFC ലൈഫ് ഉള്ളത്. ഇത് മുമ്പ് ഒരു സപ്പോർട്ട് ആയിരുന്നു. ഈ ലെവലിൽ മുമ്പ് ഒരു സപ്പോർട്ട് ആയിരുന്നു. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു. പിന്നെ റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ മുമ്പൊക്കെ ഈ ലെവലിൽ ഒരു റെസിസ്റ്റൻസ് തന്നെയായിരുന്നു. ആദ്യ റെസിസ്റ്റൻസ് ആയിരുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും റെസിസ്റ്റൻസ് എടുത്തു. ഇവിടെയൊക്കെ റെസിസ്റ്റൻസ് എടുത്തു. പിന്നീട് അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് നല്ല രീതിയിൽ മൂവ്മെന്റ് തന്നു. പിന്നീട് ആ റെസിസ്റ്റൻസ് എന്തായി? സപ്പോർട്ടായി പ്രവർത്തിച്ചു. അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു. വീണ്ടും മുകളിലേക്ക് വന്നു. പിന്നീട് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ സ്റ്റോക്ക് നല്ല രീതിയിൽ താഴേക്ക് വന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പൊ HDFC ലൈഫ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ബൈ പരിഗണിക്കാവുന്നതാണ്.
ഞാനിത് ബൈ ചെയ്യാത്ത കാരണം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഞാൻ സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കുകൾ പരിഗണിക്കാത്തത് കൊണ്ടാണ്. ഇപ്പൊ എക്സ്ട്രാ ന്യൂ എൻട്രികളും ഞാൻ എന്തായാലും ഈ ഒരു വീക്കിൽ എടുക്കാൻ പോകുന്നില്ല. അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ HDFC ലൈഫ് നോക്കി നമ്മൾ അടുത്ത സ്റ്റോക്ക് നോക്കാം. ഡിക്സൺ ടെക്നോളജീസ് നോക്കാം. SBI ലൈഫിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് മുകളിലേക്ക് പോയി, പിന്നീട് വീണ്ടും ആ റെസിസ്റ്റൻസ് വരെ താഴേക്ക് വന്നു. അതായത് ആ റെസിസ്റ്റൻസ് ഇവിടെ സപ്പോർട്ടായി മാറി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് SBI ലൈഫിൽ. അപ്പൊ നമുക്ക് ആ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്നുകൊണ്ട് സ്റ്റോക്ക് പരിഗണിക്കാൻ സാധിക്കും. നമുക്ക് SBI ലൈഫ് എടുക്കാം. നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും SBI ലൈഫിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് മുകളിലേക്ക് പോയി, പിന്നീട് ആ താഴേക്ക് വന്നു, റെസിസ്റ്റൻസ് വരെ താഴേക്ക് വന്നു. അതായത് ആ റെസിസ്റ്റൻസ് സപ്പോർട്ടായി പ്രവർത്തിച്ചു. അവിടെ സപ്പോർട്ട് എടുത്തിട്ട് സ്റ്റോക്ക് തിരിച്ചു കയറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും ആ ഒരു റെസിസ്റ്റൻസ് ആ ഒരു ലെവലിലേക്ക് തന്നെ സ്റ്റോക്ക് വരുന്നുണ്ട്. ഇവിടെ സപ്പോർട്ട് എടുത്താൽ സ്റ്റോക്ക് വീണ്ടും തിരിച്ച് കയറാമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് ബൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഈ സ്റ്റോക്ക് നമുക്ക് എവിടെ നിന്ന് കിട്ടിയത്? നമുക്ക് ഈ ഒരു സ്ക്രീനർ, അതായത് ചാർട്ടിംഗ് എന്ന സ്ക്രീനിൽ നിന്ന് നമുക്ക് ഈ സ്റ്റോക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ICICI ജനറൽ ഇൻഷുറൻസ് നോക്കാം. ICICI GI GI നമ്മൾ ജസ്റ്റ് സൂം ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിവിടെ റെസിസ്റ്റൻസ് കാണുന്നുണ്ടോ? ഇപ്പൊ റെസിസ്റ്റൻസ് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? നമുക്ക് ICICI GI നമുക്ക് എടുത്ത് നോക്കാം. ICICI നമ്മുടെ ഏഞ്ചൽ ഫണ്ടിലേക്ക് ആഡ് ചെയ്യാം. ICICI ജനറൽ ഇൻഷുറൻസ്. ഓക്കെ, അപ്പൊ ICICI ജനറൽ ഇൻഷുറൻസിൽ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ റെസിസ്റ്റൻസ് കാണണമെന്നില്ല. വേണമെങ്കിൽ നമുക്ക് 1 വീക്ക് എടുത്ത് നോക്കാം. 1 വീക്കിൽ നോക്കിയാല് ഇപ്പൊ നിങ്ങൾക്ക് ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ടല്ലോ ICICI ജനറൽ ഇൻഷുറൻസിൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ റെസിസ്റ്റൻസ് ഇവിടെ ഒരു റെക്ടാങ്കിൾ വരക്കാം. ഇപ്പൊ ഈ സ്റ്റോക്ക് റെസിസ്റ്റൻസിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെക്ടാങ്കിൾ ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോവാം എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് അവിടെ എൻട്രി കൊടുക്കാൻ സാധിക്കും. ഇവിടെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ ബൈ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ബൈ ചെയ്യുമ്പോൾ സ്റ്റോക്ക് നല്ല രീതിയിൽ മൂവ്മെന്റ് തരാൻ ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ സ്റ്റോക്ക് മുകളിലേക്ക് കയറി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ സ്റ്റോക്ക് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇത്തരത്തില് സ്ക്രീനേഴ്സ് ഇത്തരത്തിൽ സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റോക്കുകളുടെ ലിസ്റ്റ് വരും. ഈ സ്റ്റോക്കുകളുടെ ലിസ്റ്റിൽ നമ്മൾ എല്ലാ സ്റ്റോക്കും എടുത്തു നോക്കണം. ഞാൻ എല്ലാ സ്റ്റോക്കുകളും എടുത്തു നോക്കണ്ട്. നമ്മൾ ഈ സ്റ്റോക്കുകൾ എടുത്തു നോക്കിയിട്ട് എല്ലാ സ്റ്റോക്കിന്റെ ചാർട്ട് എടുത്ത് നോക്കിയിട്ടാണ് സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയ സ്റ്റോക്കുകൾ നമ്മൾ കണ്ടെത്തുന്നത്. ഇപ്പൊ നല്ലൊരു മാർക്കറ്റ് കണ്ടീഷൻ ആയിരുന്നെങ്കിൽ ഈ സ്റ്റോക്കുകളിൽ ഞാൻ എൻട്രി അടിക്കുമായിരുന്നു. ICICI ജനറൽ ഇൻഷുറൻസിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി അടിക്കുമായിരുന്നു. പക്ഷെ എന്തായാലും ഈ ഒരാഴ്ചയിലെ കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ സ്വിംഗ് ട്രേഡിങ്ങിന് സ്റ്റോക്കുകൾ പരിഗണിക്കില്ല. കാരണം സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിച്ച് വാങ്ങുന്ന സ്റ്റോക്കുകളല്ല. മൊത്തത്തിൽ മാർക്കറ്റ് ക്രാഷ് ആയാൽ, അല്ലെങ്കിൽ മിഡ് ക്യാപ് സെക്ടറിലാണ് ഈ സ്റ്റോക്കുകളെല്ലാം ഉള്ളത്. ഈ മിഡ് ക്യാപ് സെക്ടർ ഒക്കെ ഡൗൺ ആയി കഴിഞ്ഞാൽ ഈ സ്റ്റോക്കുകളെല്ലാം നല്ല രീതിയിൽ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ എൻട്രി എടുക്കാത്തത്. അതുപോലെ തന്നെ SBI ലൈഫ് നോക്കി നോക്കും. SBI ലൈഫിൽ നമുക്ക് കാണാൻ സാധിക്കും. SBI ലൈഫിൽ നമ്മൾ 1 ഡേ നോക്കിയാൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് മുകളിലേക്ക് പോയിരുന്നു. പക്ഷെ വീണ്ടും താഴേക്ക് വന്നു, റീടെസ്റ്റ് അടിച്ച് ആ ലെവലിൽ നിന്ന് വീണ്ടും തിരിച്ചു കയറാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ഇവിടെ വരുമ്പോൾ സപ്പോർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് എൻട്രി അടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ HDFC ലൈഫ് നോക്കിയാൽ HDFC ലൈഫ് റെസിസ്റ്റൻസിന് മുകളിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടെ ബൈ അടിക്കാൻ സാധിക്കും. JSW സ്റ്റീൽ നോക്കിയാൽ നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട് 834 840 ലെവലില്. അപ്പൊ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നമുക്ക് അത് ബൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇപ്പൊ ആ ലെവലിൽ എത്തിയിട്ടില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അലേർട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ അലേർട്ട് ട്രിഗർ ആകുമ്പോൾ, അലേർട്ട് ആ ഒരു പ്രൈസിലേക്ക് സ്റ്റോക്ക് വരുമ്പോൾ എനിക്ക് അലേർട്ട് വരും. ഞാൻ ആ സമയത്ത് ചാർട്ട് എടുത്ത് നോക്കും. മാർക്കറ്റ് കണ്ടീഷനും സ്റ്റോക്കിന്റെ ചാർട്ടിൽ നോക്കിയിട്ട് ഓക്കെ ആണെന്ന് തോന്നിയാൽ ഞാൻ അവിടെ എൻട്രി അടിക്കും. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ സ്ക്രീനറിൽ നമ്മൾ കണ്ട സ്റ്റോക്കാണ് ടാറ്റ കൺസൾട്ടൻസി, TCS. ഫെഡറൽ ബാങ്കിന്റെ ചാർട്ട് എടുത്ത് നോക്കാം. ഫെഡറൽ ബാങ്കിൽ നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് പരിഗണിക്കാം 158 ലെവലില്. ഞാൻ ജസ്റ്റ് വെറുതെ റാൻഡം ആയിട്ട് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാണ്. വേറെ ഒന്നിന്റെ ബേസ് ഒന്നല്ല. നമ്മളെ എല്ലാ സ്റ്റോക്കുകളും നോക്കണ്ടോ ചാർട്ടിലുള്ള. ഇതിപ്പോ ഭാരതി എയർടെൽ ആണ്. ഭാരതി എയർടെലിൽ റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. നല്ലൊരു
റെസിസ്റ്റൻസ് ലെവലാണ് ഭാരതി എയർടെലിലുള്ളത്. അപ്പൊ നമുക്ക് എയർടെലിന്റെ സ്റ്റോക്ക് നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നു. സ്റ്റോക്ക് നമ്മൾ നോക്കുന്നു. നമുക്ക് നോക്കി കാണാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഇവിടെ റെസിസ്റ്റൻസ് കാണുന്നുണ്ടോ? ഭാരതി എയർടെൽ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. സ്റ്റോക്ക് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. പക്ഷേ അത് വീണ്ടും താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് ആ റെസിസ്റ്റൻസ് മുമ്പത്തെ റെസിസ്റ്റൻസ് ലെവലിലേക്ക് വന്നിട്ട് അവിടെ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ലെവൽ ബ്രേക്ക് ചെയ്യാതെ നെക്സ്റ്റ് ഡേ ഇവിടെ നിന്ന് സ്റ്റോക്ക് വീണ്ടും തിരിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്ക് ബൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ടാറ്റ കെമിക്കൽ നമുക്ക് നോക്കാം. ടാറ്റ കെമിക്കലിൽ എന്ത് സംഭവിച്ചത് കാണിച്ചില്ല. ടാറ്റ കെമിക്കൽ ആണെങ്കിൽ ടാറ്റ കെമിക്കല് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. പക്ഷെ ഇവിടെയും എന്ത് സംഭവിച്ചിട്ടുള്ളത്, ആ ലെവല് ആ റെസിസ്റ്റൻസിലേക്ക് തന്നെ സ്റ്റോക്ക് താഴേക്ക് വന്നിട്ടുണ്ട്. അവിടെ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്തരത്തില് ഈ സ്ക്രീനറിൽ ഈ ഒരു ചാർട്ടിംഗ് എന്നുള്ള ഈ വെബ്സൈറ്റിൽ നമ്മൾ സ്കാൻ ചെയ്തുകൊണ്ടാണ് സ്വിംഗ് ട്രേഡിങ്ങിനുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഇങ്ങനെയും പരിഗണിക്കാൻ സാധിക്കും. അതായത് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള എന്താണ്, ഹൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു SMA 50, അതായത് 50-ഡേ മൂവിംഗ് ആവറേജിന്റെ മുകളിലുള്ള സ്റ്റോക്കുകളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ സ്കാനർ ഇതിപ്പോ നമ്മൾ എങ്ങനെയാണോ എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നോക്കിയാൽ മതി. ഇവിടെയുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഈ സ്റ്റോക്കുകൾ എടുത്തിട്ട് സ്റ്റോക്കുകളുടെ ചാർട്ട് നമ്മൾ നോക്കണം. ഈ സ്റ്റോക്കുകളുടെ ചാർട്ട് എടുത്ത് നോക്കിയിട്ട് സ്റ്റോക്കുകൾ ഏതെങ്കിലും റെസിസ്റ്റൻസ് ലെവലിൽ ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പൊ ഈ ഒരു സ്റ്റോക്ക് നോക്കി നമുക്ക് കാണാൻ സാധിക്കും IPCA ലാബാണ്. IPCA ലാബിൽ ഞാൻ കണ്ട ഒരു പോയിന്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. IPCA ലാബ് ഈ ഒരു സ്റ്റോക്ക് മുമ്പ് എടുത്തിരുന്ന സ്റ്റോക്ക് ഏതാണ് കാണുന്ന ലെവൽസ് ഒക്കെ. ഇവിടെ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് മുകളിലേക്ക് പോയി. വീണ്ടും ആ റെസിസ്റ്റൻസ് വരെ വന്നു. താഴേക്ക് ഒന്നോടെ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറി. വീണ്ടും അവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് സ്റ്റോക്ക് വേണമെങ്കിൽ തിരിച്ചു കയറാമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ അവിടെ സപ്പോർട്ട് എടുത്ത് ഇവിടെ സപ്പോർട്ട് എടുത്ത് സ്റ്റോക്ക് തിരിച്ചു കയറുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ബൈ കൊടുക്കാൻ സാധിക്കും. അതായത് സ്റ്റോക്ക് ആദ്യം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. ആ റെസിസ്റ്റൻസ് പിന്നീട് സപ്പോർട്ടായി പ്രവർത്തിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് വീണ്ടും മുകളിലേക്ക് പോവുകയാണെങ്കിൽ, സോറി, ഇവിടെ സപ്പോർട്ട് എടുത്തുകൊണ്ട് സ്റ്റോക്ക് വീണ്ടും മുകളിലേക്ക് പോകുമെന്ന് തോന്നിയില്ല, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഈ സപ്പോർട്ടിൽ നിന്ന് മുകളിലേക്ക് സ്റ്റോക്ക് വരികയാണെങ്കിൽ നമുക്ക് ആ സ്റ്റോക്ക് അവിടെ ബൈ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നിങ്ങളോട് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടി സ്റ്റോക്കുകൾ എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഞാൻ ഈ ഒരു വീക്കിലൊന്നും എന്തായാലും സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ സ്റ്റോക്കുകൾ എടുക്കാൻ പ്ലാൻ ഇല്ല. ഈ വീക്കിൽ സ്വിംഗ് ട്രേഡിംഗ് പുതിയ എൻട്രികളൊന്നും എടുത്തിട്ടില്ല നിലവിൽ. അപ്പൊ ഈ പറഞ്ഞ വെബ്സൈറ്റ് നിങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടി സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സ്ക്രീനർ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചാർട്ടിംഗ് എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ ഇത്തരത്തിൽ സ്കാൻ ചെയ്തുകൊണ്ടാണ് സ്റ്റോക്കുകളുടെ ലിസ്റ്റ് എടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ 109 സ്റ്റോക്ക് ഉണ്ടെങ്കിൽ 109ന്റെയും ചാർട്ട് നോക്കണം. നമ്മൾ ഒന്നോ രണ്ടോ ചാർട്ട് നോക്കിയിട്ട് കാര്യമില്ല. ചിലപ്പോൾ നമ്മൾ നോക്കുന്ന നല്ല ചാർട്ടുകൾ ചിലപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ നോക്കി പോകുമ്പോൾ ബാക്കിയുള്ള നല്ല കമ്പനികളുടെ ചാർട്ട് നമ്മൾ മിസ്സായി പോകും. അപ്പൊ ഞാനൊക്കെ എന്തായാലും ഈ 109 ഉണ്ടെങ്കിൽ 150 ഉണ്ടെങ്കിൽ 200 ഉണ്ടെങ്കിൽ 200ന്റെയും ചാർട്ട് നോക്കാറുണ്ട്. അങ്ങനെ നോക്കിക്കൊണ്ടാണ് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ട സ്റ്റോക്കുകൾ പരിഗണിക്കാറുള്ളത്. ഞാൻ ഈ വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഈ വെബ്സൈറ്റിൽ നിന്ന് സ്റ്റോക്കുകൾ സ്കാൻ ചെയ്തെടുത്തിട്ട് അത്തരത്തിൽ എടുക്കുന്ന സ്റ്റോക്കുകളെ എന്റെ ഏഞ്ചൽ ഫണ്ടിന്റെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ട് ആ സ്റ്റോക്കുകൾ ട്രേഡ് എടുക്കുമ്പോൾ ഒരു 70-80% സക്സസ് ആവാറുണ്ട്. അതിന് പുറമെ ഞാൻ റിസ്ക് റിവാർഡ് റേഷ്യോയും എന്റെ പൊസിഷൻ സൈസിങ്ങും കീപ്പ് ചെയ്യാറുണ്ട്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഈ വെബ്സൈറ്റിൽ നിന്നാണ് സ്റ്റോക്കുകൾ സ്കാൻ ചെയ്തെടുക്കുന്നത്. ഇതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഈ കൊടുത്തിരിക്കുന്ന സ്കാനിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഈ പറഞ്ഞ വെബ്സൈറ്റ് ഏതാണെന്ന് മനസ്സിലായോ? ചാർട്ടിംഗ് ആണ് ഈ വെബ്സൈറ്റിന്റെ പേര്. ചാർട്ടിംഗ് വെബ്സൈറ്റിൽ നമ്മൾ സ്കാൻ ചെയ്തുകൊണ്ടാണ് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ട സ്റ്റോക്കുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എല്ലാ സ്റ്റോക്കിന്റെ ചാർട്ട് നമ്മൾ എടുത്ത് നോക്കണം. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മളത് മന്ത്ലി ആവറേജ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. എങ്ങനെ കേൾക്കുന്നില്ല. മന്ത്ലി ആവറേജ് മാത്രം നോക്കിയാൽ മതി, SMA മാത്രം നോക്കിയാൽ മതി. അതെ, നമുക്ക് SMA പോലെ വേറെ ടൂളുകളുണ്ട്, നമ്മൾ നെക്സ്റ്റ് പഠിപ്പിക്കും. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കിയിട്ട് ചെയ്താൽ മതി. മനസ്സിലായോ? ഓക്കെ.
ഓക്കെ ഓക്കെ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ടൂള് നോക്കിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫിൽറ്റർ നോക്കിയിട്ട് ഈ ഒരു സ്കാൻ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സ്കാൻ റൺ ചെയ്തിട്ട് സ്റ്റോക്കുകൾ ലിസ്റ്റ് എടുത്തിട്ട് സ്റ്റോക്കുകൾ ചാർട്ട് നോക്കണം. ഇങ്ങനെ നോക്കിയാൽ മാത്രമേ നമുക്ക് സ്റ്റോക്കുകൾ കണ്ടെത്താൻ കഴിയുള്ളൂ. അല്ലെ നമ്മള് അവിടെ ഇവിടെ കാണുന്ന റെക്കമെൻഡേഷൻ നോക്കി ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്റ്റോക്കുകൾ നമുക്ക് കിട്ടും. ചിലപ്പോൾ ആ ഒന്നോ രണ്ടോ സ്റ്റോക്കുകൾ ഫെയിൽ ആവാം. ഇവിടെ നമ്മൾ ഒരുപാട് സ്റ്റോക്കുകളുടെ ലിസ്റ്റിൽ നിന്നാണ് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ സ്ട്രാറ്റജികളോട് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 40% സക്സസ് റേറ്റ് ഉള്ളെങ്കിൽ പോലും നമുക്ക് മുന്നോട്ട് സക്സസ്ഫുള്ളി പോകാൻ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞിരിക്കുന്ന സ്കാനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അതായത് ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് മനസ്സിലല്ലോ, ഇത് ജസ്റ്റ് നമ്മൾ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റ് മാത്രമാണ്. നമുക്ക് ബ്രേക്ക്ഔട്ട് ചാൻസ് നിൽക്കുന്ന അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് ലെവലിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ പല രീതിയിൽ സ്കാൻ ചെയ്തുകൊണ്ട് സ്റ്റോക്കുകൾ കണ്ടെത്താൻ സാധിക്കും. അതിലൊരു സ്കാനാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. 50 ഡേ മൂവിംഗ് ആവറേജിന്റെ മുകളിൽ നിൽക്കുന്ന സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റ്. അപ്പൊ നമ്മൾ ഇങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്കുകളുടെ ലിസ്റ്റ് ഇവിടെ വരും. അതുപോലെ തന്നെ ഓൾറെഡി ഇവിടെ ഒരുപാട് സ്കാനുകൾ ഉണ്ട്. ഇവിടെ ഒരുപാട് സ്ക്രീനേഴ്സ് ഉണ്ട് ഓൾറെഡി വെബ്സൈറ്റിൽ. ഇവിടെ പൊട്ടൻഷ്യൽ ബ്രേക്ക്ഔട്ട് സ്ക്രീനർ ഉണ്ട്, പക്ഷെ ഇതിലിപ്പോ നിലവിൽ സ്റ്റോക്കുകളൊന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് സ്ക്രീനേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫണ്ടമെന്റൽ സ്കാൻ ഉണ്ട്, ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ ഉണ്ട്, ലോ ഡെപ്റ്റ് കമ്പനീസ്, മിഡ് ക്യാപ് സ്റ്റോക്കുകൾ, അങ്ങനെ ഒരുപാട് സ്ക്രീനേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത്തരത്തിൽ പല സ്ക്രീനേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഇതിൽ നമ്മൾ ഏത് സ്ക്രീനർ എടുത്താലും നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പൊ നമ്മൾ വെറുതെ ജസ്റ്റ് ഇപ്പൊ ഈ ഒരു സ്ക്രീനർ എടുത്തു. അപ്പൊ ഈ സ്ക്രീനർ എന്താ നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, അത് അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കാം. അതിൽ സ്റ്റോക്കുകളൊന്നും കാണുന്നില്ല. നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ക്രീനർ എടുത്തു. ആ സ്ക്രീനർ എന്താണെന്ന് ഇപ്പൊ നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരു സ്ക്രീനർ എടുത്തിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ സ്റ്റോക്കുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈ കാണുന്ന സ്ക്രീനറിലൊന്നും സ്റ്റോക്കുകൾ നിലവിൽ കാണിക്കുന്നില്ല. നമ്മളിപ്പോ ഇതാ ഇവിടെ നമുക്ക് കുറച്ച് സ്റ്റോക്കുകൾ കാണുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ ഇപ്പൊ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ലിമിറ്റഡ്, ഇത് നമുക്ക് ഇവിടെ നമുക്ക് ക്യാഷ് മാറ്റിയിട്ട് ഫ്യൂച്ചർ സെഗ്മെന്റ് കൊടുക്കാം. ഫ്യൂച്ചേഴ്സ് കൊടുത്തു എന്നിട്ട് സ്കാൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ ടി സി എസ് മാത്രമേ വരുന്നുള്ളൂ. ടി സി എസ്, അപ്പൊ ടി സി എസ് ഞാൻ ടി സി എസിന്റെ ചാർട്ട് എടുക്കാം. ടി സി എസിന്റെ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? ടി സി എസ് ഇപ്പൊ ഒരു റെസിസ്റ്റൻസിലാണ് നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നത്. റെസിസ്റ്റൻസ് ലെവൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഏഞ്ചൽ വണ്ണിലേക്ക് വരുന്നു. നമ്മളിവിടെ ടി സി എസ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ടി സി എസ് എടുക്കുന്നു. നമ്മൾ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ടി സി എസ് ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ടി സി എസ് ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താണ് സ്റ്റോക്കിന്റെ പ്രൈസ് ഇപ്പോൾ ഉള്ളത്. ഇതായിരുന്നു ആ റെസിസ്റ്റൻസ് ലെവല്. 4170 ആയിരുന്നു റെസിസ്റ്റൻസ്. ഇപ്പൊ സ്റ്റോക്ക് നിൽക്കുന്നത് 4200ലാണ്. അതായത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിനു ശേഷം 30 പോയിന്റ് മുകളിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇത്തരത്തില് ഈ വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് വെബ്സൈറ്റിലുള്ള പലതരത്തിലുള്ള സ്കാനേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് സ്റ്റോക്കുകൾ കണ്ടെത്താവുന്നതാണ്. അതിലൊരു സ്കാനറാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ കൊടുത്തിരിക്കുന്ന സ്കാനർ. അതിലൊരു സ്കാനറാണ്. 50 ഡേ മൂവിംഗ് ആവറേജിന്റെ മുകളിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ, മുകളിൽ ക്ലോസ് ചെയ്ത സ്റ്റോക്കുകളുടെ ലിസ്റ്റ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് 109 സ്റ്റോക്കുകൾ കാണാൻ സാധിക്കും. നമ്മൾ ഈ 109 സ്റ്റോക്കുകളുടെ ചാർട്ട് എടുത്ത് നോക്കിക്കൊണ്ടാണ് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? നമുക്ക് സ്ക്രീനർ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താണ്? സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ബ്രേക്ക്ഔട്ട് ചാൻസ് നിൽക്കുന്ന സ്റ്റോക്കുകൾ കണ്ടെത്താനാണ് നമ്മൾ ഈ സ്ക്രീനർ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ സ്ക്രീനർ യൂസ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ബ്രേക്ക്ഔട്ട് ചാൻസ് ഉള്ള സ്റ്റോക്കുകളുടെ ലിസ്റ്റ് വരുന്നു. ആ ലിസ്റ്റിൽ നിന്ന് നമ്മൾ സ്റ്റോക്കുകളുടെ ചാർട്ട് എടുത്ത് നോക്കുന്നു. ചാർട്ട് എടുത്ത് നോക്കിയിട്ട് നമ്മൾ സ്റ്റോക്കുകൾ കണ്ടെത്തിയതിനു ശേഷം ആ സ്റ്റോക്കുകളിൽ നമ്മുടെ പൊസിഷൻ സൈസിങ്ങും റിസ്ക് റിവാർഡ് റേഷ്യോയും ഒക്കെ നോക്കിയിട്ട് നമ്മൾ എൻട്രി എടുക്കുക. ഇപ്പൊ ഞാൻ ഈ ജസ്റ്റ് കുറച്ച് സ്റ്റോക്കുകൾ നോക്കിയതിന് ഒരു ലിസ്റ്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്തല്ലോ. ടാറ്റ കെമിക്കൽ ആഡ് ചെയ്തു. ഭാരതി എയർടെൽ ഇങ്ങനെ ആഡ് ചെയ്ത് ഭാരതി എയർടെൽ ഇപ്പൊ നമുക്ക് നോക്കി കാണാൻ സാധിക്കും. നമ്മളിവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തൊന്ന് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ആ റെസിസ്റ്റൻസ് ഭാരതി എയർടെൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ നല്ല രീതിയിൽ ഡൗൺ ആയി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് 1 ഡേ ആണ്. നമ്മൾ നേരത്തെ നോക്കിയപ്പോ ഈ ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ സ്റ്റോക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ആ റെസിസ്റ്റൻസ്, അതായത് ആദ്യത്തെ റെസിസ്റ്റൻസ് സപ്പോർട്ടായി മാറിയിരുന്നു. അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇനി എന്താ ചെയ്യാൻ സാധിക്കുക? ഭാരതി എയർടെല്
ഈ ഒരു ലെവല് വീണ്ടും റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ലെവല് വീണ്ടും അതായത് ഈ ഒരു ബോക്സ് ഈ റെക്ടാങ്കിൾ നമ്മുടെ വാല്യൂ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോക്കിൽ എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ എൻട്രി എടുക്കരുത്. അപ്പൊ എങ്ങനെയായിരുന്നു ഞാൻ എന്തായാലും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല സ്റ്റോക്കുകളിൽ. അതുപോലെ തന്നെ ICICI ജനറൽ ഇൻഷുറൻസ് ഈ കമ്പനി ഇപ്പോ ആ ഒരു റെസിസ്റ്റൻസ് തന്നെ നിൽക്കുന്നത്, അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിട്ടില്ല നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇത് മൾട്ടി ഇയർ ബ്രേക്ക്ഔട്ട് ആണ്. അതായത് 2020-ലെയും 2021-ലെയും റെസിസ്റ്റൻസ് ആണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ മൊത്തത്തിൽ മിഡ് ക്യാപ് സെക്ടർ ഒക്കെ ഡൗൺ ആയി നിൽക്കുന്നതുകൊണ്ടാണ് സ്റ്റോക്ക് എല്ലാം വലിയ മൂവ്മെന്റ് തരാത്തത്. ഇപ്പൊ മാർക്കറ്റ് നല്ലൊരു മൂവ്മെന്റ് ഉള്ള ബുള്ളിഷ് മാർക്കറ്റ് ആയിരുന്നെങ്കിൽ ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ മൂവ്മെന്റ് തരുമായിരുന്നു. അത്തരത്തിൽ മൂവ്മെന്റ് തന്നിട്ടില്ല. അത്തരത്തിൽ ഞാൻ കണ്ടെത്തിയിട്ടുള്ള സ്റ്റോക്കുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ. അതായത് ഈ കൊടുത്തിരിക്കുന്ന സ്റ്റോക്കുകൾ ഞാൻ നിങ്ങളോട് നോക്കാൻ പറഞ്ഞിരുന്നല്ലോ. ഈ സ്റ്റോക്കുകളുടെ ചാർട്ട് നിങ്ങളോട് ഞാൻ നോക്കാൻ പറഞ്ഞിരുന്നു. ഈ സ്റ്റോക്കുകൾ എന്താണ് ഇത്തരത്തിൽ സ്ക്രീനേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് കണ്ടെത്തിയുള്ള സ്റ്റോക്കുകളായിരുന്നു. OFSS ഒക്കെ മാർക്കറ്റ് നല്ല കണ്ടീഷനിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ബ്രേക്ക്ഔട്ട് ആയത്. ഏകദേശം 27-28% ഒറ്റ ദിവസമാണ് സ്റ്റോക്ക് കയറിയത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഞാൻ ഈ സ്റ്റോക്കുകൾ നിങ്ങളോട് നോക്കാൻ പറഞ്ഞിരുന്നു. പെർസിസ്റ്റൻസ് നോക്കും നിങ്ങൾ. പ്യൂർ ബ്രേക്ക്ഔട്ട് ആയിരുന്നു നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 78% മുകളിലൊക്കെ സ്റ്റോക്ക് മുകളിലേക്ക് വന്നിരുന്നു. HCL ടെക് ആണെങ്കിലും നാഷണൽ അലുമിനി ആണെങ്കിലും അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണെങ്കിലും ടാറ്റ മോട്ടോഴ്സ് ആണെങ്കിലും ഇതിൽ ചില കമ്പനീസ് ഞാൻ നോക്കിയിട്ടുള്ളത് ഈ ഒരു സ്ക്രീനർ ഈ ഒരു ചാർട്ടിംഗ് എന്ന വെബ്സൈറ്റ് വഴിയായിരുന്നു. ബാക്കിയുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ളത് സാധാരണ ഇപ്പൊ വാച്ച് ലിസ്റ്റിലെ സ്റ്റോക്കുകൾ വെറുതെ എടുത്ത് നോക്കാറുണ്ടല്ലോ, ആ ബേസിലും കിട്ടിയ സ്റ്റോക്കുകൾ ഉണ്ട്. ടാറ്റ മോട്ടോഴ്സ് അങ്ങനെ നോക്കുന്നതാണ്. പക്ഷേ നമുക്ക് ബ്രേക്ക്ഔട്ടിൽ നിൽക്കുന്ന എല്ലാ സ്റ്റോക്കുകളും അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ആവാൻ നിൽക്കുന്ന റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ആവാൻ നിൽക്കുന്ന സ്റ്റോക്കുകളും നമുക്ക് എല്ലാ സ്റ്റോക്കുകളും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് നോക്കാനുള്ള ഓപ്ഷൻ ഇല്ല. നമുക്ക് അത് അറിയണമെന്നില്ല, നമ്മൾ കാണണമെന്നില്ല. പക്ഷെ നമ്മൾ ഇത്തരത്തിൽ സ്ക്രീനേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഈ വരാൻ പോകുന്ന ഇന്നിപ്പോ ബുധനാഴ്ച, ഇന്നിപ്പോ ഏതാ ദിവസം, വരാൻ പോകുന്ന വ്യാഴാഴ്ച, സോറി വ്യാഴാഴ്ച അല്ല വെള്ളിയാഴ്ച, ഇന്ന് ബുധനാഴ്ച അല്ലേ, വരാൻ പോകുന്ന വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം അല്ലെ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന സെയിം സ്ക്രീനർ യൂസ് ചെയ്തുകൊണ്ട് ഈ സ്കാൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ സ്കാൻ റൺ ചെയ്യുക. അപ്പൊ നമുക്കിവിടെ കുറച്ച് സ്റ്റോക്കുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അങ്ങനെ കാണുന്ന സ്റ്റോക്കുകൾ അങ്ങനെ കാണുന്ന സ്റ്റോക്കുകളുടെ ലിസ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ സ്റ്റോക്കിന്റെ ചാർട്ട് എടുത്ത് നോക്കുക. ചാർട്ട് എടുത്ത് നോക്കിയിട്ട് നമ്മൾ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുക. അങ്ങനെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റോക്കുകൾ എടുത്ത് നോക്കിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ സ്റ്റോക്കുകൾ നമ്മുടെ അത്യാവശ്യം ബ്രേക്ക്ഔട്ട് ലെവലിൽ നിൽക്കുന്ന സ്റ്റോക്കുകളാണെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് ബ്രോക്കറിന്റെ അപ്ഡേഷൻ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം ആ സ്റ്റോക്കുകൾ നമ്മൾ വാച്ച് ചെയ്യുക. അത് നമ്മൾ പേപ്പർ ട്രേഡിംഗ് എടുക്കുന്ന അങ്ങനെ എടുക്കാം. നമുക്ക് റിയൽ മാർക്കറ്റിലാണെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്കത് അങ്ങോട്ട് 100% ഉറപ്പിച്ചുകൊണ്ട് ട്രേഡുകൾ എടുക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഇപ്പൊ നിലവിലുള്ളത്. കാരണം നമ്മൾ എടുക്കുന്നതൊക്കെ മിഡ് ക്യാപ് സെക്ടറും സ്മോൾ ക്യാപ് സെക്ടറുള്ള സ്റ്റോക്കുകളായിരിക്കും. അപ്പൊ നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്ക്രീനർ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്, നമ്മൾ ഈ വരുന്ന ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ഒന്ന് ഈ സാറ്റർഡേ മോർണിംഗിൽ സാറ്റർഡേ ഏതെങ്കിലും സമയത്ത് നമ്മൾ ഈ ഒരു സ്ക്രീനർ റൺ ചെയ്യുക. ഈ ഒരു സ്ക്രീനർ റൺ ചെയ്തുകൊണ്ട് വരുന്ന സ്റ്റോക്കുകളുടെ ചാർട്ട് എടുത്ത് നോക്കുക. അങ്ങനെ എടുക്കുന്ന സ്റ്റോക്കുകളിൽ നിങ്ങൾ സപ്പോർട്ടും റെസിസ്റ്റൻസും ഐഡന്റിഫൈ ചെയ്യാം. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റോക്കുകളിൽ എൻട്രി അടിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ട സ്റ്റോക്കുകൾ പരിഗണിക്കാറുള്ളത്. അപ്പൊ നമ്മൾ 4-5 സ്റ്റോക്കുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഈ 4-5 സ്റ്റോക്കിൽ നമ്മൾ എന്തിന്റെ ബേസിലാണ് ക്യാഷ് ഇറക്കുക, പൊസിഷൻ സൈസിങ് നോക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ സ്റ്റോക്കുകളിൽ ക്യാഷ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാനും മറക്കരുത്. പറഞ്ഞത് ക്ലിയർ ആണോ? നമ്മൾ യൂസ് ചെയ്യുന്ന ബാക്കി മെത്തേഡുകളെല്ലാം സെയിം തന്നെയാണ്. നമ്മളിപ്പോ ഇതിൽ എക്സ്ട്രാ പഠിച്ച കാര്യം എന്താണ്, ജസ്റ്റ് ഇതാ ഈ ഒരു ചാർട്ടിംഗ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്, ഈ വെബ്സൈറ്റിൽ നിന്ന് സ്റ്റോക്കുകൾ സ്കാൻ ചെയ്തുകൊണ്ട് എടുക്കാനാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്കാനർ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ സ്കാനർ എന്താന്നുള്ളത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചുതരും. അപ്പൊ നിങ്ങൾക്ക് അതുപോലെ ആഡ് ചെയ്താൽ മതി. ഹൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു SMA ക്ലോസ് 50, അത് ആ ഒരു സ്കാൻ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പല സ്കാനുകളും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഈ ഒരു സ്കാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സ്ക്രീനേഴ്സ് എടുത്തിട്ട് ഇതിലുള്ള ഓരോ സ്കാനേഴ്സ് എടുത്ത് നോക്കിയിട്ട് അതിൽ സ്റ്റോക്കുകൾ കാണുന്നുണ്ടെങ്കിൽ സ്റ്റോക്കുകൾ എടുത്ത് നോക്കാം. നോക്കിയിട്ട് ആ സ്റ്റോക്കുകളുടെ ചാർട്ട് എടുത്ത് നോക്കിയിട്ട് അതിന് വേണമെങ്കിൽ നമുക്ക് സ്റ്റോക്കുകൾ പരിഗണിക്കാവുന്നതാണ്. അതായത് ആ ചാർട്ടിൽ സ്റ്റോക്കുകൾ ഇപ്പൊ നമ്മൾ TCS ഇവിടെ നിന്ന് കണ്ടെത്തിയല്ലോ, ഇവിടെ ഒരു സ്ക്രീനിൽ നിന്ന് നമ്മൾ TCS കണ്ടെത്തിയല്ലോ.
അതുപോലെ തന്നെ നമുക്ക് ബുള്ളിഷ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സ്കാനുകളിൽ നിന്ന് നമുക്ക് സ്റ്റോക്കുകൾ വേണമെങ്കിൽ അങ്ങനെയും കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്കാനർ യൂസ് ചെയ്തുകൊണ്ട് സ്റ്റോക്കുകൾ കണ്ടെത്തിയതിനു ശേഷം ആ സ്റ്റോക്കുകളുടെ സപ്പോർട്ടും റെസിസ്റ്റൻസും നോക്കുക. അതായത് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ നമുക്ക് സ്റ്റോക്കുകളുടെ സപ്പോർട്ടും റെസിസ്റ്റൻസും നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ചാർട്ട് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സ്റ്റോക്കുകളുടെ ചാർട്ട് നോക്കിയിട്ട് ആ ചാർട്ടിൽ നിന്ന് നമുക്ക് അത്യാവശ്യം റെസിസ്റ്റൻസിലാണ് ആ സ്റ്റോക്ക് നിൽക്കുന്നത് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് അത് ആഡ് ചെയ്തിട്ട് അത് നമ്മൾ പ്രൈസ് അലേർട്ട് ഇട്ട് വെക്കുക. നമ്മൾ പ്രൈസ് അലേർട്ട് ഇട്ട് വെക്കുന്നത് എന്തിനാണ്? നമുക്ക് 10 സ്റ്റോക്ക് നമ്മൾ ആഡ് ചെയ്തെന്ന് വിചാരിക്കുക, 10ഉം നമുക്ക് കാണാൻ സാധിക്കണമെന്നില്ല, 10ഉം നമുക്ക് ഒരേ സമയത്ത് അറിയാൻ പറ്റണമെന്നില്ല. അപ്പൊ നമ്മൾ പ്രൈസ് അലേർട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതൊക്കെ സ്റ്റോക്കാണോ നമ്മൾ അലേർട്ട് ഇട്ട് വെച്ച പ്രൈസിന്റെ മുകളിലേക്ക് പോകുന്നത് ആ സ്റ്റോക്ക് എടുത്ത് നോക്കുക. നമുക്ക് ബൈ അടിക്കാനുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ സ്റ്റോക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബൈ അടിക്കാൻ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞത് ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമ്മൾ ഈ ഫ്യൂച്ചർ സ്റ്റോക്കുകൾ മാത്രമല്ല, നമുക്ക് ഒന്നുകൂടി റിസ്ക് എടുത്ത് നോക്കാനാണെങ്കിൽ നമുക്ക് ഇവിടെ ക്യാഷ് സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകൾ കാണാൻ സാധിക്കും. പക്ഷേ ഫ്യൂച്ചർ സ്റ്റോക്കുകൾ പോലെ അത്ര വലിയൊരു പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്കുകൾ ആയിരിക്കില്ല ഈ ക്യാഷ് സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകൾ. ഇപ്പൊ സോളാർ ഈ ഒരു കമ്പനിയാണല്ലോ, സോളാർ ഇൻഡസ്ട്രീസ് ആണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇതൊരു റെസിസ്റ്റൻസ് ആയി നമുക്ക് പരിഗണിക്കാവുന്നതാണ്. നമുക്ക് പ്യുവർ റെസിസ്റ്റൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത സ്റ്റോക്ക് നല്ല രീതിയിൽ മുകളിലേക്ക് മൂവ്മെന്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ മൂവ്മെന്റ് മുകളിലേക്ക് ചെയ്യുന്നതായിരിക്കും, നല്ലൊരു പ്രൈസ് മൂവ്മെന്റ് സ്റ്റോക്ക് തരുന്നതായിരിക്കും. ഇത് മുകളിലേക്ക് നല്ല രീതിയിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്തരത്തിൽ സ്കാനർ യൂസ് ചെയ്യുക, സ്റ്റോക്കുകൾ എടുക്കുക, സ്റ്റോക്കുകളുടെ ചാർട്ട് നോക്കുക. ഇതിപ്പോ നമ്മൾ ക്യാഷ് സെഗ്മെന്റ് യൂസ് ചെയ്യുന്ന കുഴപ്പം ഇവിടെ 644 സ്റ്റോക്കുകളായിരിക്കും. ചിലപ്പോൾ ഇത് ഫ്രൈഡേ ആകുമ്പോൾ ചിലപ്പോൾ ഒരു 800 900 സ്റ്റോക്കുകൾ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഒന്നുകൂടി പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്കുകൾ നോക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് സെഗ്മെന്റ് മാറ്റിയിട്ട് ഫ്യൂച്ചർ സെഗ്മെന്റ് നോക്കുക. നമ്മൾ എങ്ങനെ നോക്കിയാലും നമ്മൾ സ്റ്റോക്കുകളുടെ ചാർട്ട് നോക്കിയിട്ട് മാത്രമേ സ്റ്റോക്കുകൾ ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടി പരിഗണിക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ ജസ്റ്റ് വേറെ എന്തിന്റെ അസംഷന്റെ പുറത്ത് സ്റ്റോക്കുകൾ എടുക്കരുത്. നമ്മൾ ഇത്തരത്തിൽ ചാർട്ട് പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യുക, റെസിസ്റ്റൻസ് നോക്കുക, ബ്രേക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയാൽ നമുക്ക് അവിടെ എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ആ സ്ക്രീനറിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. വെബ്സൈറ്റ് ചാർട്ടിംഗ് ആണ് വെബ്സൈറ്റിന്റെ പേര്. ചാർട്ടിംഗ് നോക്കിക്കോളൂ, ഇതാണ് വെബ്സൈറ്റിന്റെ പേര്, ചാർട്ടിംഗ്. നിങ്ങൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്രീനർ യൂസ് ചെയ്യുക, സ്റ്റോക്കുകൾ ഐഡന്റിഫൈ ചെയ്യുക, സ്റ്റോക്കുകളുടെ ലിസ്റ്റ് എടുക്കുക, ചാർട്ട് നോക്കുക, സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കുക, എൻട്രി എടുക്കുക. ക്യാഷ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? എങ്ങനെ? ക്യാഷ് സെഗ്മെന്റ് പറഞ്ഞില്ലേ? എല്ലാ സ്റ്റോക്കുകളും അതിൽ ഉൾപ്പെടുന്നതായിരിക്കും. ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചേഴ്സ് ഉള്ള സ്റ്റോക്കുകൾ, നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഉണ്ടല്ലോ. ആ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനിലുള്ള ഫ്യൂച്ചേഴ്സ് ഉള്ള സ്റ്റോക്കുകളാണ് നമ്മുടെ ഫ്യൂച്ചേഴ്സ് എടുക്കുമ്പോൾ വരുന്നത്. ക്യാഷ് എന്ന് പറയുമ്പോൾ എല്ലാ ഇക്വിറ്റി സ്റ്റോക്കുകളും അതിൽ വരുന്നതായിരിക്കും. ക്യാഷ് സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഇക്വിറ്റി സെഗ്മെന്റ് തന്നെയാണ്, എല്ലാ കമ്പനികളുടെ സ്റ്റോക്കുകൾ കാണിക്കും. അതിപ്പോ തീരെ മാർക്കറ്റ് ക്യാപ്പ് ഇല്ലാത്ത സ്റ്റോക്കുകൾ കാണിക്കാം, തീരെ വോളിയം വരുന്ന സ്റ്റോക്കുകളായിരിക്കാം, പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ എന്താ പറയാ പൈസ പമ്പ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവന്ന സ്റ്റോക്കുകളായിരിക്കും. എല്ലാ തരത്തിലുള്ള സ്റ്റോക്കുകളും നമ്മൾ ക്യാഷ് സെഗ്മെന്റ് എടുക്കുമ്പോൾ നമുക്ക് കാണുന്നതായിരിക്കും. പിന്നെ ഇതിപ്പോ സ്വിംഗിലേക്ക് മാത്രമല്ല പറ്റില്ല, ഇൻട്രാഡേക്ക് പറ്റില്ലല്ലോ? ഇല്ല, സ്വിംഗിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡെയിലി ചാർട്ട് അല്ലേ നോക്കുന്നത്. അതായത് നമ്മൾ ഇത് ഇൻട്രാഡേക്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ഇപ്പൊ ഈ കാണുന്ന സോളാർ ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ, നമ്മളിപ്പോ ഇത് ബ്രേക്ക് ചെയ്ത് പോകുന്ന കണ്ട് ഇവിടെ എൻട്രി കൊടുത്തെന്ന് വിചാരിക്കാം. ചിലപ്പോ അത് ബ്രേക്ക് ചെയ്ത് പോയി നമ്മൾ എടുത്തതിന് ശേഷം സ്റ്റോക്ക് നല്ല രീതിയിൽ താഴേക്ക് വരാം. നമ്മൾ ഇൻട്രാഡേ ആണ് എടുക്കുന്നത്, നമ്മളൊന്ന് ലോസിൽ വിൽക്കേണ്ടി വരും. പക്ഷെ നമ്മൾ സ്വിംഗ് ട്രേഡിംഗിലേക്ക് ഹോൾഡ് ചെയ്ത് വെച്ചാല് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്താതെ ചിലപ്പോൾ സ്റ്റോക്ക് മുകളിലേക്ക് തന്നെ തിരിച്ച് കയറി വരാം. അപ്പൊ നമ്മൾ ഇൻട്രാഡേ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോസിൽ വിൽക്കേണ്ടി വരും. മനസ്സിലായോ? അതായത് നമ്മൾ ഇപ്പോ സ്റ്റോക്ക് ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന ഇവിടെ ഈ സ്റ്റോക്ക് ഇവിടെ ബ്രേക്ക് ചെയ്തെന്ന് വിചാരിക്കാം. ഓക്കെ,
നമ്മൾ ഓക്കെ ഇപ്പൊ ഈ സ്റ്റോക്ക് ഇവിടെ എത്തിയ സമയത്ത് നമ്മൾ എടുത്തെന്ന് വിചാരിക്കാം, സ്റ്റോക്കിൻ പ്രൈസ് ഇപ്പൊ ഞാൻ മൗസ് പോയിന്റ് വെച്ച ലെവലിൽ എത്തിയപ്പോൾ എടുത്തെന്ന് വിചാരിക്കാം. നമ്മൾ ഓക്കെ എന്തിന്റെ പുറമെ എന്ത് എക്സ്പെക്ട് ചെയ്ത് നമ്മൾ എടുക്കുന്നത്, സ്റ്റോക്ക് മുകളിലേക്ക് പോവാൻ എന്ന എക്സ്പെക്ട് ചെയ്തില്ല എടുക്കുന്നത്. പക്ഷെ നമ്മൾ എടുത്തതിന് ശേഷമാണെങ്കിൽ സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് വരാം. അപ്പൊ നമ്മളത് ഇൻട്രാഡേ ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഇപ്പൊ നമ്മൾ ലോസിൽ വിൽക്കേണ്ടി വരും. പക്ഷെ നമ്മൾ സ്വിംഗ് ട്രേഡിംഗിലാണ് എടുക്കുന്നത്, ഡെലിവറി ആണ് എടുക്കുന്നുണ്ടെങ്കിൽ താഴേക്ക് വന്നു, ഇവിടേക്ക് വന്നു, ഇവിടെ വരെ താഴേക്ക് വന്നു എന്ന് വിചാരിക്കാം. പക്ഷെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പൊ ഏകദേശം സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവലിലാണെന്ന് വിചാരിക്കാം. നമ്മൾ എടുത്തത് ഇവിടെ നിന്നല്ലേ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണെന്ന് വിചാരിക്കാം. നമ്മൾ 10% ലോസ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരാതെ സ്റ്റോക്ക് തിരിച്ച് എപ്പോ വേണമെങ്കിലും തിരിച്ചു കയറി മുകളിലേക്ക് പോവാം. നമ്മൾ ഇൻട്രാഡേ എടുത്തു, നമ്മൾ ഇവിടുന്ന് ബൈ കൊടുത്തു, മുകളിലേക്ക് പോയി. നമ്മൾ ഈ മുകളിലേക്ക് പോയ സമയത്ത് ബൈ കൊടുത്തു, നമ്മൾ ബൈ ചെയ്തതിനു ശേഷം സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് വന്നു. പിന്നെ നെക്സ്റ്റ് 2 ഡേയിൽ സ്റ്റോക്ക് താഴേക്ക് വന്നു, ഇവിടെ വരേക്ക് താഴേക്ക് വന്നു എന്ന് വിചാരിക്കാം. പിന്നെ അതിന് ശേഷം വേണമെങ്കിൽ തിരിച്ച് മുകളിലേക്ക് കയറി പോകാം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരെ വരാം. പക്ഷെ നമ്മൾ എടുത്തതിന് ശേഷം സെയിം ഡേ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രാഡേ ട്രേഡിംഗ് ആണെങ്കിൽ നമുക്ക് ലോസ് ആയിരിക്കില്ലേ. നമ്മൾ എടുക്കുന്ന ബ്രേക്ക്ഔട്ട് സംഭവിക്കുന്ന അന്ന് തന്നെ സ്റ്റോക്ക് മുകളിലേക്ക് കയറി പോകണമെന്നില്ല. മനസ്സിലായോ? മുകളിലേക്ക് അന്ന് തന്നെ സ്റ്റോക്ക് നല്ല മൂവ്മെന്റ് തരണമെന്നില്ല. ഓക്കെ ഇപ്പൊ ഈ സ്റ്റോക്ക് നോക്കി ഇവിടെയൊക്കെ അത് ബ്രേക്ക് ആയി പോയിട്ടുണ്ട്. പക്ഷെ ബ്രേക്ക് ആയി പോയതിനു ശേഷം ഇവിടെ ഇപ്പൊ ബ്രേക്ക് ആയി മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഈ ദിവസം 11 മാർച്ചിൽ ഇതിൽ എൻട്രി എടുക്കാൻ പറ്റുമായിരുന്നു. കാരണം ബ്രേക്ക് സ്റ്റോറി ഇവിടെ മുകളിലേക്ക് പോയത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടം വരെ മുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ എടുത്തിരുന്നെങ്കിൽ സെയിം ഡേ തന്നെ സ്റ്റോക്ക് ക്ലോസ് ചെയ്ത് എവിടെയാണ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തിരുന്നെങ്കിൽ അത് നമ്മുടെ ഇൻട്രാഡേ ട്രേഡിംഗ് ആണെങ്കിൽ ലോസിൽ വിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിൽ നമ്മൾ ഇവിടെ എടുത്തു, നെക്സ്റ്റ് ഡേ ഒക്കെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചിട്ടില്ല, സ്റ്റോപ്പ് ലോസ് എത്തിയിട്ടില്ല. സ്റ്റോക്ക് ഇപ്പോഴും നമ്മുടെ ഹോൾഡിംഗ്സിൽ തന്നെ ഉണ്ട്. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടില്ല, ടാർഗറ്റ് ഹിറ്റ് ആയിട്ടില്ല. ഇൻട്രാഡേ ട്രേഡിംഗ് ആണെങ്കിൽ നമ്മൾ ഇവിടെ എടുത്തിരുന്നെങ്കിൽ നമ്മൾ ലോസിൽ വിൽക്കേണ്ടി വന്നേനെ. ഓക്കെ വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മളിപ്പോ ഇന്ന് നിങ്ങൾ പഠിപ്പിക്കുന്നത് ഈ സ്ക്രീനറാണ്. ഈ സ്ക്രീനർ നോക്കിക്കൊണ്ട് ട്രേഡിംഗ് നിങ്ങൾ എടുക്കണം. ട്രേഡുകൾ എടുക്കണമെങ്കിൽ നല്ല ചാർട്ടുകൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. 50 SMA എന്ന് പറഞ്ഞില്ല, SMA ഉദ്ദേശിച്ചത് സിമ്പിൾ മൂവിംഗ് ആവറേജ്, ഇത് 50 ദിവസത്തെ മൂവിംഗ് ആവറേജ്, സ്റ്റോക്കിന്റെ പ്രൈസിന്റെ മൂവിംഗ് ആവറേജ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതില് സ്ക്രീനർ അല്ലാതെ ഇതില് ചെക്ക് ചെയ്യണം, എങ്ങനെ ചെക്ക് ചെയ്യാം? ഇതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്ററിലൂടെ SMA എടുക്കാം. SMA കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മനസ്സിലായി? ആ സ്റ്റോക്കിന്റെ മൂവിംഗ് ആവറേജ്, അതായത് ഇപ്പോ നമ്മളിപ്പോ സ്റ്റോക്കിന്റെ ആവറേജ് ട്രേഡ് പ്രൈസ് നമ്മൾ പറയാറില്ലേ, കഴിഞ്ഞ ദിവസത്തെ ആവറേജ് ട്രേഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ, അതായത് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ സോളാർ എടുത്താൽ ഇവിടെ ഓവർ വ്യൂ നോക്കിയാല് നമുക്ക് ഇവിടെ ആവറേജ് പ്രൈസ് കാണുന്നുണ്ടോ? 7854 കാണുന്നില്ലേ? ഇത് ഇന്നത്തെ ആവറേജ് പ്രൈസ് ആണ്. 50 ഡേ എന്ന് പറയുമ്പോൾ 50 ദിവസത്തെ സ്റ്റോക്കിന്റെ ആവറേജ് ട്രേഡ് പ്രൈസ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മളൊരു ഇൻഡിക്കേറ്റർ പോലെ, ഒരു മൂവിംഗ് ആവറേജ് പോലെ ഇവിടെ ടൂളായി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതായി കാണുന്ന ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടോ? നമുക്ക് ഈ ബ്ലൂ ലൈൻ പോകുന്നതാണല്ലേ, ഇതാ സ്റ്റോക്കിന്റെ 50 ദിവസത്തെ മൂവിംഗ് ആവറേജ് ആണ് ഈ കാണിക്കുന്നത്. അപ്പൊ മൂവിംഗ് ആവറേജിന്റെ മുകളിലല്ലേ സ്റ്റോക്ക് നിൽക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്ക് എവിടെയാണ് നിൽക്കുന്നത്? ബ്രേക്ക്ഔട്ട് ലെവലിലാണ് നിൽക്കുന്നത്, സ്റ്റോക്ക് റെസിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സ്ക്രീനർ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്ക്രീനർ യൂസ് ചെയ്ത് ആ സ്റ്റോക്ക് ബ്രേക്ക്ഔട്ടിലേക്ക് എത്തണം, അല്ലെങ്കിൽ ആ സ്റ്റോക്ക് മുകളിലേക്ക് കയറി പോകാൻ ചാൻസ് ഉള്ള സ്റ്റോക്ക് ആവണമെന്നില്ല. നമ്മൾ അതിൽ നിന്ന് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യണം. നമ്മൾ അതിൽ നിന്ന് സ്റ്റോക്കുകളുടെ ചാർട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യണം. അപ്പൊ അതില് ഈ മൂവിംഗ് ആവറേജിന്റെ മേലുള്ളത് സെലക്ട് ചെയ്ത് വെച്ചാണ് അതിന് സ്ക്രീൻ ചെയ്യാണ്. എങ്ങനെ മൂവിംഗ് ആവറേജിന്റെ ഏറ്റവും അടുത്തുള്ളത് എന്നുള്ള സെലക്ട് ചെയ്താണ് ഇപ്പൊ സ്ക്രീൻ ചെയ്തത്. അതിന്റെ മുകളിലുള്ള സ്റ്റോക്കുകൾ, ആ മൂവിംഗ് ആവറേജിന്റെ മുകളിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ, ഇതിന്റെ മുകളിലാണല്ലോ ഇപ്പൊ സ്റ്റോക്കിന്റെ പ്രൈസ് നിൽക്കുന്നത്, ഈ മൂവിംഗ് ആവറേജിന്റെ. വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. വേറെ ഡൗട്ട് കൂടെ. ഇപ്പൊ പറഞ്ഞില്ലേ ഈ മിഡ് ക്യാപ്പ് കൊടുക്കാൻ പറ്റൂല, അതിന് ഇപ്പൊ ഡൗൺ ആണെന്ന് പറഞ്ഞല്ലോ. അത് എങ്ങനെയാണ് അത് എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എങ്ങനെ അത് സ്റ്റോക്കിലൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മിഡ് ക്യാപ് സെക്ടറിലുള്ള സ്റ്റോക്കുകളൊക്കെ ഡൗൺ ആണ്. ചാർട്ടിൽ അത് ഡൗൺ ആയി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മിഡ് ക്യാപ്പിന്റെ ചാർട്ട് നമുക്ക് നോക്കാൻ സാധിക്കും. ഇപ്പൊ നിഫ്റ്റി ഡൗൺ അല്ലേ, നിഫ്റ്റി ഇപ്പൊ സെൻസസ് ഡൗൺ ആണ് ഇവിടെ കാണുന്നില്ലേ, ചാർട്ട് നോക്കിയാൽ നിഫ്റ്റി എന്താണ്, നിഫ്റ്റി ഡൗൺ ആണ്. നിഫ്റ്റി 22,500 വരെ പോയി, 22 ഈ ലെവൽ വരെ പോയതാണ്, 22,500 വരെ പോയതാണ്. പക്ഷെ കഴിഞ്ഞ 3-4 ദിവസം നിഫ്റ്റി ഡൗൺ അല്ലേ.
മാർക്കറ്റ് മൊത്തത്തിൽ ഡൗൺ അല്ലേ, ഓക്കെ. അതുകൊണ്ടാണ് ഇപ്പൊ ഒരു എൻട്രി എടുക്കാൻ പറ്റില്ല എന്ന് ഉദ്ദേശിച്ചത്. ഇതൊന്ന് സ്റ്റേബിൾ ആവുന്നവരെ, കാരണം പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നുണ്ട്, പല വേറെ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് മാർക്കറ്റ് ഡൗൺ ആവുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പേഴ്സണലി ഞാൻ ഇപ്പൊ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഫ്രഷ് എൻട്രികൾ എടുക്കുന്നില്ല. ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല, നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങിയാണ് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി. സ്വിംഗ് ട്രേഡിംഗ് അങ്ങനല്ല, സ്വിംഗ് ട്രേഡിംഗ് നമ്മൾ മാർക്കറ്റ് കണ്ടീഷൻ കൂടി പരിഗണിക്കണം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടില്ല വെക്ക്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എത്രയും താഴോട്ട് പോയിട്ട് പിന്നെ തിരിച്ചു കയറും, അത് നമ്മളെ ഫണ്ടിനനുസരിച്ചാണ് താഴോട്ട് പോവാ? അല്ല, സ്റ്റോക്ക് നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ അത് 0 വരെയൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാം, പക്ഷെ 0 വരെ ഒരിക്കലും പോകുന്നില്ല. സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ആ സ്റ്റോപ്പ് ലോസ് ലേറ്റ് ആയിട്ട് സ്റ്റോക്ക് സെല്ലായി പോകും. വെച്ചിട്ടില്ലെങ്കിൽ എത്ര താഴേക്ക് പോകും അത്രയും താഴേക്ക് ആ സ്റ്റോക്ക് പോവുകയും ചെയ്യും, നമുക്ക് അത്രയും ലോസ് വരും. അത് തിരിച്ചു കയറാൻ നമുക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. ഫണ്ട് ഫോറക്സിലെ പോലെ അങ്ങനെ ഫണ്ട് വേണമെന്നില്ലല്ലേ? ഇല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് എത്ര വേണമെങ്കിലും ഹോൾഡ് ചെയ്ത്. ഇപ്പൊ നമ്മൾ ടാറ്റ മോട്ടോഴ്സ് 1000 രൂപക്ക് വാങ്ങി, ടാറ്റ മോട്ടോഴ്സിന്റെ പ്രൈസ് എവിടെ വരെ പോകണേ നമുക്ക് ഹോൾഡ് ചെയ്ത് പറ്റും, എക്സ്ട്രാ പൈസ ഒന്നും നമ്മൾ ആടേണ്ട. ഇപ്പൊ നമ്മള് അത് ഇപ്പൊ ഒരു 1000 രൂപയാണ് എക്സാമ്പിളിനാണെങ്കിൽ, ഒരു 1000 രൂപ വെച്ച് അതൊരു ട്രേഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രേഡിലേക്ക് വേറെ ഫണ്ട് ആഡ് ചെയ്യേണ്ടി വരില്ലേ? അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാത്ത സ്ഥിതിക്ക് ആ ഫണ്ട് തന്നെ നമുക്ക് വേറെ ട്രേഡിൽ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ? സെല്ല് ചെയ്താൽ മാത്രമേ പിന്നെ ആ ഫണ്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലേ നമുക്ക് പുതിയ ഫണ്ട് ആഡ് ചെയ്യണം. എങ്ങനെ നമ്മൾ സ്റ്റോക്ക് വാങ്ങി, ആ സ്റ്റോക്ക് വാങ്ങിയ പൈസ പിന്നെ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് സെല് ചെയ്യണം. ഓക്കെ, പ്രോഫിറ്റിലാണെങ്കിൽ അതും കൂട്ടിയിട്ട് ട്രേഡ് ചെയ്യാന്നല്ലേ? അതെ. വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമ്മുടെ ഇന്നത്തെ സെക്ഷൻ ഇത്രേ ഉള്ളൂ. അതായത് ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക, സ്റ്റോക്ക് സ്കാൻ ചെയ്തെടുക്കാനുള്ള മെത്തേഡ്. ഇത്തരത്തിൽ സ്റ്റോക്കുകൾ സ്കാൻ ചെയ്തെടുത്തിട്ട് എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. സ്റ്റോക്കുകൾ സ്കാൻ ചെയ്തെടുക്കുക, എല്ലാ സ്റ്റോക്കിന്റെ ചാർട്ട് എടുത്ത് നോക്കുക. അങ്ങനെ ചാർട്ട് എടുത്ത് നോക്കിയിട്ട് അതിൽ നമുക്ക് റെസിസ്റ്റൻസ് അങ്ങനെ സപ്പോർട്ട് കാണുന്നുണ്ടോ, ബ്രേക്ക്ഔട്ട് ലെവലിൽ നിൽക്കുന്നുണ്ടോ നോക്കിയിട്ട് ആ സ്റ്റോക്കുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിട്ട് ആ സ്റ്റോക്കുകൾ ബ്രേക്ക്ഔട്ട് സംഭവിക്കുമ്പോൾ, നമ്മുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ സ്റ്റോക്കുകൾ ബൈ ചെയ്യേണ്ടത്. നമ്മൾ ബൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമ്മുടെ പൊസിഷൻ സൈസിങ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, എല്ലാ സ്റ്റോക്കിന്റെ ചാർട്ട് എടുത്ത് നോക്കുക. നമ്മൾ ഇങ്ങനെ ചാർട്ടുകൾ എടുത്ത് നോക്കുക, നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ പിന്നെ ഈ ഒരു ഫീൽഡിൽ നിന്നിട്ട് കാര്യമില്ല. അതായത് നമുക്ക് അങ്ങനെ ഒരു അരമണിക്കൂർ പോലും ഇതിന് മാറ്റി വെക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല. പറഞ്ഞത് ക്ലിയർ ആണോ? അതായത് സംശയം ഉണ്ട് ചോദിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് അടിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ടൂളുകൾ യൂസ് ചെയ്തിട്ട് സ്റ്റോക്കുകൾ നോക്കാവുന്നതാണ്. ഹലോ ബ്രോ, പിന്നെ മാർക്കറ്റ് സ്റ്റേബിൾ ആവാൻ സാധ്യതയുണ്ട്? ഇപ്പൊ മൊത്തത്തിൽ ഡൗൺ ആയിട്ട് കാണുന്നത്. അതെ, മൊത്തത്തിൽ ഇപ്പൊ ഡൗൺ തന്നെയാണ്. അതിനിപ്പോ ഇപ്പൊ നല്ല രീതിയിൽ ഡൗൺ ആയി വരുന്നുണ്ട്. ഇന്നിപ്പോ ഏകദേശം 1% ഡൗൺ ആവാനായിട്ടുണ്ട് നമ്മുടെ നിഫ്റ്റി ഒക്കെ. ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് നല്ല ഡൗൺ കാണിക്കുന്നുണ്ട്. അതാണ് ചോദിച്ചത് ഞാൻ, സ്റ്റേബിൾ ആയി എന്നൊക്കെ സ്റ്റേബിൾ ആവാൻ സാധ്യത കൂടുതൽ കാണുന്നത്. അതിപ്പോ നമുക്ക് അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാനാവില്ല മാർക്കറ്റ് സ്റ്റേബിൾ ആവുന്ന കാര്യം. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്, പല രീതിയിലുള്ള പൊളിറ്റിക്കൽ ക്രൈസിസും കാര്യങ്ങളൊക്കെ നമ്മുടെ മാർക്കറ്റിനെ പെട്ടെന്ന് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ലോക്സഭ ഇലക്ഷൻ വരെയൊക്കെ പല രീതിയിൽ നമ്മുടെ മാർക്കറ്റിനെ പല ന്യൂസുകളും എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സ്കാൻ ചെയ്യുന്നത് ഇവിടെ നമ്മൾ സ്കാനർ എടുക്കുക, ഇവിടെ ക്രിയേറ്റ് സ്കാൻ എടുക്കുക, ക്രിയേറ്റ് സ്കാൻ, ഈ ചാർട്ടിംഗ് എന്ന വെബ്സൈറ്റ് ക്രിയേറ്റ് സ്കാൻ എടുക്കുക. നമ്മളിവിടെ ഈ കൊടുത്തിരിക്കുന്ന സിമ്പിളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ SMA എടുക്കുക. SMA ക്ലോസ് 50. ഈ ഗ്യാസ് സെഗ്മെന്റ് മാറ്റിയിട്ട് നമ്മൾ ഫ്യൂച്ചർ സെഗ്മെന്റ് കൊടുക്കുക, റൺ സ്കാൻ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്കുകളോട് വരുന്നതായിരിക്കും. 110 സ്റ്റോക്കുകൾ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും. ആ സ്റ്റോക്കുകളുടെ ചാർട്ട് എടുത്ത് നോക്കിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്.
ഇതിന്റെ റെക്കോർഡ് ഞാൻ നിങ്ങൾക്ക് അയച്ചുതരും. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതൊക്കെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അയച്ചു തരും. ഈ സ്കാനറിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നതായിരിക്കും. വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഈ സ്കാനർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്കാൻ ചെയ്തുകൊണ്ട് സ്റ്റോക്കുകൾ ഐഡന്റിഫൈ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ആർക്കും സംശയം ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്.